പാണ്ടിമേളം പാട്ട് ലൈഫിലുണ്ടാക്കിയൊരു കുതിച്ചുചാട്ടം ഏത് വിധത്തിലായിരുന്നു? പാണ്ടിമേളം ഒറ്റയ്ക്കൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും അതേപോലെ തന്നെ നമ്മളെ നിലക്ക് നിർത്തുകയും ചെയ്യുന്നൊരു പാട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാണ്ടിമേളം ഞാൻ പാടാൻ വേണ്ടി ചെല്ലുമ്പോൾ എനിക്ക് ഒരു പാട്ട് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പാണ്ടിമേളത്തിലേക്ക് എത്തുന്നത്. അതായത് അമ്പലക്കര തെച്ചിക്കാവിൽ പൂരം, ആ പാട്ട് എനിക്ക് നഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ അത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് പാണ്ടിമേളം കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പാണ്ടിമേളത്തിലേക്ക് അമ്പലക്കരയ്ക്ക് വേണ്ടി ട്രാക്ക് പാടുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ആർക്ക് വേണ്ടിയിട്ട്? അമ്പലക്കരയ്ക്ക് വേണ്ടിയിട്ട് അമ്പലക്കര തെച്ചിക്കാവിന് ട്രാക്ക് പാടുക എന്തെങ്കിലും ചെയ്തിരുന്നു? അമ്പലക്കര ഞാനാണ് ആദ്യം പാടിയത്. അതിനുശേഷം പിന്നെ അത് സിനിമയിൽ അറിയാമല്ലോ, സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ പാട്ട്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ശ്രീകുമാരേട്ടനിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത്, അപ്പോൾ അതിന് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് പല പാട്ടുകാരും ചെയ്യുന്നത് പോലെ ഒരു പാട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ പാട്ടിൻ്റെ ആളുകളൊക്കെ മുഴുവൻ ചീത്ത പറഞ്ഞിട്ട് നടക്കുക, അങ്ങനത്തെ ആ പരിപാടിയൊന്നും ഞാൻ പോയില്ല. കാരണം വെച്ചാൽ അത് ചെയ്യാൻ പാടില്ല. കാരണം സിനിമയ്ക്ക് ഒരു പാട്ട് നമ്മുടെ ശബ്ദം ആവശ്യമുണ്ടെങ്കിൽ അവരത് വെച്ചിരിക്കും. ഓക്കെ, വേണ്ടാന്നുണ്ടെങ്കിൽ അവർ എടുത്തു കളയും. അത് അവരുടെ, അത് ഡയറക്ടറുടെ എന്താ പറയണ അധികാരമാണ്. അങ്ങനെ അങ്ങനെ പക്വതയോടുകൂടി എടുക്കുകയും ചെയ്തു. എത്രയോ പാട്ടുകൾ, നമ്മളെക്കാൾ വലിയ പാട്ടുകാരുടെ പാട്ടുകൾക്ക് എത്രയോ പോയിട്ടുണ്ടെന്നറിയോ? ജയചന്ദ്ര സാറിന്റെ പാട്ട്, ദാസ് സാറിന്റെ പാട്ടുകൾ വരെ മാറ്റി വെച്ചിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുതിയ തലമുറയ്ക്ക് വരുന്ന പലർക്കും അസഹിഷ്ണുതരാണ്, ഭയങ്കര അസഹിഷ്ണുതയാണ്. കാരണം ഇത് പാട്ട്, എന്റെ പാട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമ ഭയങ്കര തകർന്നു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഈ പാട്ട് ആ സിനിമയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പാട്ടോടെ വന്നിരിക്കും. ഈ അടുത്ത കാലത്തുണ്ടായൊരു വിവാദം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ അതാണ് സത്യം. അപ്പോൾ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്, അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ രഞ്ജിത്ത് സാറിനെ വിളിച്ചപ്പോഴേക്കും രഞ്ജിത്ത് സാറിനോട് പറഞ്ഞു, ശ്രീകുട്ടൻ ചേട്ടൻ പാടിക്കൊണ്ട് ഉഗ്രനായിട്ടുണ്ട് സാറേ, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് സാറ് പറഞ്ഞു, എനിക്ക് നിൻ്റെ മനസ്സിൻ്റെ വിഷമമൊക്കെ മനസ്സിലാവും, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പടം വരുമ്പോഴേക്കും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതങ്ങനെ സംഭവിച്ചു. ആദ്യം രഞ്ജിത്ത് സാറിന്റെ പ്രോജക്റ്റ് ആയിട്ടാണ് രാജമാണിക്ക് അനൗൺസ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം അൻവർ റഷീദ് വരികയാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിലേക്ക് വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയിലെ ഒരേ ഒരു പാട്ട് പാടിയിരിക്കുന്നത് പള്ളുരുത്തിലുള്ള പ്രദീപ്, അഹങ്കരിക്കും വേറെ മാർഗം വല്ലതും വേണോ? അപ്പൊ നമ്മൾ മമ്മൂക്കന് ഇതൊരു എനർജി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പാട്ടും കുറെ കാലമായിട്ട് മലയാളത്തിൽ മിസ്സിങ്. അതെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ കൂടെ നിൽക്കുന്ന പലരും വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിപ്പോൾ സിനിമയിലൊക്കെ പാടി, ഇയാളെ ഇനി ഗാനമേളയ്ക്ക് ഒന്നും വിളിച്ചാൽ കിട്ടൂല. മിമിക്രിക്കാർ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14,500 മിമിക്രി സിനിമ ആ ടൈമിലൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് 4,500 രൂപയാണ് പേയ്മെന്റ് ഉണ്ട്, എൻ്റെ പേയ്മെന്റ്. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു ഇയാളെ സിനിമയിൽ പാടിയില്ലേ, സിനിമയിൽ സിനിമാ പാട്ടുകാരനായി, ഇനിയിപ്പോൾ ഇയാൾ അങ്ങനെ പാടാൻ വിളിക്കണത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അവരും വിളിച്ചില്ല. അതായത് ഏറ്റവും ഹൈപ്പ് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം മറ്റേ ജീവിതത്തിൽ ഏറ്റവും, അതായത് സമതലത്തിലോട്ട് താഴെ വന്ന് നിൽക്കാനുള്ള പാഠവും അതുകൊണ്ട് കിട്ടി. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷമാണ് എനിക്ക് അടുത്ത സിനിമ കിട്ടുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ കുഴപ്പമില്ലായി. ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയോടുകൂടി കറക്റ്റായിട്ട് ഇങ്ങനെ പിന്നെ ഫ്ലോ ഉണ്ടായിരുന്നു. ഈ നോട്ട് ആ പാട്ട് പാടിയ സമയത്ത് എപ്പോഴെങ്കിലും പണ്ട് മറ്റേ വോട്ടെണ്ണൽ നോട്ട് എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് എപ്പോഴെങ്കിലും പണ്ട് ഈ രാഷ്ട്രീയ പ്രചാരണമൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് അങ്ങനത്തെ ടൈപ്പ് കുറെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിന്റെ ഓർമ്മകൾ വന്നിരുന്നോ? പെട്ടി നമ്മുടെ പെട്ടി കടുവ പെട്ടിക്കൊട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ, അത് അടൂർ ബാസി സാർ പാടിയിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു പാട്ട് അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. ഈ വോട്ട് എന്നുള്ള പാട്ടിൻ്റെ കമ്പോസിഷൻ നടക്കുന്ന സമയത്ത് ഞാനൊക്കെ അവിടെ ഉണ്ട്, ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ലാൽ ജോസ് സാർ ഇങ്ങനെ സിറ്റുവേഷൻ പറയുന്നു. അപ്പോൾ കമ്പോസിങ് കഴിഞ്ഞപ്പോഴേക്കും ഈ പാട്ട് ആര് പാടും എന്ന് പറയുമ്പോഴേക്കും ഈ പാട്ട് ഒരു വോയിസ് പ്രദീപിൻ്റെ വോയിസാണെന്ന് അന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അടുത്ത വോയിസാണ് ശ്രീകുമാരേട്ടൻ്റെ പറയുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ശ്രീകുമാരേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ ഒരുമിച്ച് നിന്നാണോ പാടുന്നത്? അല്ലല്ലേ, ഇപ്പോഴത്തെ ആരെങ്കിലും ഒരുമിച്ച് നിന്ന് പാടുന്നു. അപ്പോൾ എങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു വോയിസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനത് അദ്ദേഹത്തിനോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ എൻ്റെ ശബ്ദത്തിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്തു കൂടി പോയത് കൊണ്ടായിരിക്കും അത് നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. കമ്പോസിങ് ടൈമിന് തന്നെ നമ്മൾ പാടുമ്പോൾ ഏകദേശം അവർക്ക് മനസ്സിലാവുമല്ലോ ഇതിങ്ങനെ ഈ പാട്ട് ഏത് ലൈനിലൂടെ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അന്ന് FM
പ്രൈവറ്റ് എഫ്എംസ് വളരെയധികം പ്രചാരത്തിലുള്ള ഒരു സമയമാണ്. ആ സിനിമ ഇറങ്ങുന്ന സമയം 2007 അപ്പോൾ ഏറ്റവും അധികം ആ സമയത്ത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഈ വോട്ട്. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ തിരഞ്ഞെടുപ്പ് വന്നാലും ആ പാട്ടിനെ വെച്ചിട്ടാണ് ഈ റേഡിയോയിൽ സ്പാർക്കളറുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ മ്യൂസിക് പീസുകളൊക്കെ ഉണ്ടാക്കും ചെയ്യുന്നത്. അതാ ഞാൻ പറയുന്നത്, ഓരോ പാട്ടിനും എന്തെങ്കിലുമൊക്കെ ഒരു കാലാവധി വർത്തിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പ്രതിവേട്ടനം സംഭവിച്ചിട്ടുണ്ടോ പ്രതിവേട്ടം തിരിച്ചറിഞ്ഞില്ല. അല്ല അത് ശരിയാണ്. അത് ശരിക്കും നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണല്ലോ. ഇപ്പൊ ഈ വ്യത്യസ്തനാം ഒരു ബാർബറാമ്പാലം തന്നെ എത്രയോ സ്ഥലത്ത് ഏതൊക്കെ രീതിയിൽ ട്രോളായിട്ട് വന്നിട്ടുണ്ടെന്നല്ലോ അല്ലേ. അത് പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കത് എന്താണ് സന്തോഷമാണ്. എപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ ഓർക്കും. വോട്ട് രണ്ടുപേര് പാടാൻ പറ്റുമോ? വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, ചുമ്മാതെ കളയരുതമ്മിണിയേ, പൊതു സമ്മാനമാക്കൂ സോദരിയേ, ജയമെന്നും നമുക്കേ പൈങ്കിളിയെ, ജയ് കേരള വിദ്യാർത്ഥി മുന്നണിയെ, ചോര തുടിക്കണ കയ്യുകളെ സിന്ദൂര താരപതാക തരൂ, ചെങ്കതിരണിയാൻ കൂടെ വരൂ, നല്ല സഖാവിനൊരൊട്ടു തരൂ, ഈ നാടിനു വേണ്ടി ഒരൊട്ടു തരൂ, ഓ തക 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 തകതും വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്, ചുമ്മാതെ കളയരുതമ്മിനിയെ. ഇപ്പൊ ഈ റീൽസ് കൾച്ചറൊക്കെ ഒരുപാട് വന്നതോടുകൂടിയിട്ട് ഒരു പാട്ട് ഹിറ്റ് ആവണമെങ്കിൽ ഒരു ഹുക്ക് ലൈൻ വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പലപ്പോഴും മ്യൂസിക് സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്. എന്താ അതിനെ പറ്റി തോന്നിയിട്ടുണ്ട്? എനിക്ക് ഈ പറഞ്ഞ സംഭവത്തിലൊന്നും വലിയ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. കാരണം ഞാൻ ഒന്നാമത് നിങ്ങളുടെ പ്രായമല്ല ഞാൻ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രായത്തിനനുസരിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പഴയ പാട്ടുകൾ എവർഗ്രീൻ എന്നൊക്കെ പറയും. പക്ഷേ ഇതിപ്പോൾ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പുതിയ ആളുകൾ പുതിയ രീതിയിലും അവരുടെ ഒരു ചിന്ത വേറെ തരത്തിലല്ലേ. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പഴയ പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ പഴയ പാട്ടുകൾ കേൾക്കുകയോ പഴയ പാട്ടുകളെ പറ്റി പറയുകയോ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ തന്തവേബ് എന്നാ പറയുന്നത്. ചേട്ടൻ അങ്ങനെ പേഴ്സണലി പണ്ടത്തെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ പണ്ടത്തെ പാട്ടുകളെ പറ്റിയിട്ട് പാടുമ്പോഴൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾ? ഇല്ലില്ല, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പെടുന്നില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ ഈ അങ്ങനത്തെ ഒരു അവസ്ഥ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരുള്ള സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നത് ആകെ സ്കൂളിലെ ഉദ്ഘാടനങ്ങൾക്കാണ്, സ്കൂളിലെയോ കോളേജിലെ ഉദ്ഘാടനങ്ങൾക്കാണ്. അത് നമ്മൾ പ്രസംഗത്തിലൂടെ നമ്മളിങ്ങനെ നമ്മുടെ കഥ പോലെ ഒരു കഥാപ്രസംഗം പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി നമുക്കറിയാവുന്ന പാട്ടുകൾ പാടി, അല്ലെങ്കിൽ പുതിയ പാട്ടിൽ ഏതെങ്കിലുമൊക്കെ 1-2 സ്പർശിച്ചൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ആൾക്കാർക്ക്. അതായിരിക്കും ഈ മമ്മൂക്കയായിട്ടുള്ള അസോസിയേഷൻ. ഐ മീൻ മമ്മൂക്ക പടങ്ങളിലുള്ള ശബ്ദ സാന്നിധ്യം, അതിന് മമ്മൂക്കയുടെ ഇഷ്ടമോ പ്രീതിയോ എന്തെങ്കിലും രീതിയിൽ കാരണമായിട്ടുണ്ടോ? ഒരു പക്ഷേ ഫസ്റ്റ് 2-3 സിനിമകൾ മമ്മൂക്കയുടെ പാട്ട് പാടാൻ എനിക്ക് അവസരം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂക്ക അതൊരു ഇഷ്ടം തോന്നണം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഈ രാജമാണിക്യം ഞാൻ പാടുമ്പോൾ ഒരു പുതിയ വോയിസിനെ കൊണ്ട് അവിടെ കൊണ്ടത് പ്രതിഷ്ഠിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ലല്ലോ. എത്രയോ നല്ല പാട്ടുകാർ ഇവിടെ വലിയ ലെജൻഡറി സിംഗേഴ്സ് ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു പ്രദീപ്, ഞാൻ പറഞ്ഞ പള്ളുരുത്തിക്കാരനായ ഒരു പാവം പ്രദീപിനെ വിളിച്ച് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ആളുകളുടെ ഇഷ്ടമുണ്ട് അതിനകത്ത്. ഇപ്പോൾ പിന്നെ വലിയ വീട്ടിൽ സിറാജിക്ക പടം ഇറങ്ങിയ എഴുതിയ ഷാഹിദ്, ഗിരീഷ് പുത്തഞ്ചേരി, അലക്സ് പോളിയേട്ടൻ പ്രധാനമായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പാട്ട് കേൾക്കുന്ന ഇത് ആരാണ് പാടിയതെന്ന് മമ്മൂക്ക വന്ന് സ്റ്റുഡിയോയിൽ കേട്ടാൽ അത് പ്രദീപ് പള്ളുരുത്തി എന്നൊരു പുതിയ പാട്ടുകാരനാണ് പാടിയേക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ പാട്ട് അവിടെ ഇല്ലല്ലോ. അതെ 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 അതെ. അല്ലാതെ എനിക്ക് പേഴ്സണലി എനിക്ക് മമ്മൂക്ക ഒരുപാട് സഹായങ്ങളും എനിക്ക് ഒരുപാട്, ഞാനത് രഹസ്യമായി വെക്കുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് വളരെ നല്ല മനുഷ്യനാണ്. ഗൗരവം മുഖത്ത് കൊണ്ട് നടക്കുന്ന, ഗൗരവമുണ്ടെന്ന് തോന്നുന്ന ഒരു വളരെ നല്ല മനുഷ്യനാണ്. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു സ്നേഹത്തിന്റെ ബന്ധമുണ്ട്. ഈ വാവേ മകനേല് പാട്ട് പാടിയതായിട്ട് കാണുന്നുണ്ട്. അത് ഞങ്ങൾ കോറസ് പാടിയതാണ്, ഒരു ഗ്രൂപ്പായിട്ട് പാടിയതാണ്. പക്ഷെ അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഈ ഒരു ഹിറ്റ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾ രാജമാണിക്യത്തിന് ശേഷം അദ്ദേഹത്തെ വളരെ അധികം സെലിബ്രേറ്റ് ചെയ്ത് കണ്ടുവന്നു. ഇപ്പോഴും അതിന് വളരെ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ളതായിട്ട് പറയുന്ന പടമാണ് അണ്ണൻ തമ്പി.
അതിലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ കാര്യം വർക്ക് ആയിട്ടുണ്ടല്ലോ, തോം തോം തിക്കത്തോം. പിന്നെ 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 അപ്പൊ ആ പാട്ട് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് രാജമാണിക്യത്തിലെ ഒരു വിജയം ആവർത്തിക്കണം അങ്ങനത്തെ ഒരു ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കപ്പെട്ടതാണോ? അതെ അതെ, ആ രണ്ടിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് രണ്ടുപേരാണെങ്കിലും ഏതാണ്ട് അതുപോലെ തന്നെ പടത്തിന്റെ ഡയറക്ടർ ഒരാളാണ്. രണ്ടും ഏകദേശം ഇൻട്രോ സോങ് തന്നെയാണ്, രണ്ടും സെലിബ്രേഷൻ കൈൻഡ് ഓഫ് സോങ് ആണ്. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് പിന്നെ അൻവർ റഷീദിന്റെ ഒരു താല്പര്യം, കാരണം അൻവർ റഷീദും ഞാനും ഏകദേശം ഒരേ സമയത്ത് വന്ന ആളുകളാണ്. കാരണം അൻവർ റഷീദ് പിന്നെ മറ്റേ രാജമാണിക്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അൻവർ റഷീദ് ഫ്രഷ് ആണ്, അതുപോലെ ഞാനും ഫ്രഷ് ആണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു എന്താ പറയുക ഒരു ബലം അതും മറ്റേ പാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രാഹുൽ രാജ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാട്ട് പാടണമെന്ന്. അങ്ങനെ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ അതില് ഇപ്പൊ ഓരോ രണ്ടുപേരുടെയും ഇതിന് മാറ്റി മാറ്റി പാടുന്നുണ്ടല്ലോ, രണ്ടുപേരും പേര് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, അതും ഒരു കഥ പറയുന്ന പോലെ. അപ്പൊ നേരത്തെ നമ്മൾ ആ ബാലന്റെ കഥ പറഞ്ഞ പോലെ രണ്ട് ചേട്ടനാരാ അനിയനാരാന്ന് അവരുടെ പ്രത്യേകതകൾ എന്താ, അവര് ഒരാൾക്ക് എപ്പോ ദേഷ്യം വരും, ഒരാൾക്ക് എപ്പോ ദേഷ്യം വരില്ല, ഇതിനെ പറ്റി കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു പോകുന്ന പാട്ടുകൾ, ഇങ്ങനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാട്ടുകളാണ് ഒരു ഏരിയ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നണേ കുറെ കൂടി എന്താ പറയുക ഡിസ്ക്രൈബിങ് ആയിട്ടുള്ള ഒരു, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ വെറുതെ പറയാതെ അതിന്റെ ഫീച്ചേഴ്സ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഒരു ഏരിയ, അങ്ങനെ തോന്നിയിട്ടുണ്ട്? അതെനിക്കറിയില്ല. അതിപ്പോ എന്താന്ന് വെച്ചാല് സിനിമയില് ഇപ്പൊ നമ്മൾ അഭിനയിക്കുകയാണെങ്കിലും നമ്മൾ പാടുകയാണെങ്കിലും നമ്മൾ ഏത് മേഖലയിലാണോ കൂടുതൽ തിളങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അത്തരം കാര്യങ്ങളായിരിക്കും പിന്നെ നമ്മുടെ കൂടെ വരിക. അപ്പൊ ഞാൻ കൂടുതലും ആകെ 2-3 മെലഡിയെ പാടിയിട്ടുള്ളൂ. അതല്ലാതെ എല്ലാ പാട്ടുകളും ഏതാണ്ട് ഒരേ പാറ്റേണിലല്ല, അതായത് എല്ലാത്തിനും ഒരു ബലമുള്ള പാട്ടുകൾ, ഒന്നും ബലം പിടിച്ച് പാടേണ്ട പാട്ടുകളാണ്. അപ്പൊ അതെല്ലാം ഞാൻ നേരത്തെ പാടി വെച്ച പാട്ടിന്റെ പിൻഗാമികളായിട്ട് വരികയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതിനുശേഷം മറ്റേ ഒരു എന്താ പറയുക, അതിനുശേഷം ഞാൻ റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ പാടിയൊരു പാട്ടാണ് ബിജി ബാലന്റെ ടമാർ പടാർ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്, നീ ഇല്ലാതെ ജീവിതം. അതൊക്കെ ഞാൻ ആസ്വദിച്ച് പാടിയ പാടാണ്.